ഈ ഒരു പുതുവർഷത്തിൽ, അതായത് 2026 ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് മെസ്സേജ് എന്താണ്? ബെസ്റ്റ് മെസ്സേജ് എന്നുള്ളത്, നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. അതിലുപരി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, 2025 നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടിയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവും. ആ ചിന്തയും കൊണ്ടല്ല നിങ്ങൾ 2026 കയറിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ ചിന്തയെ നിങ്ങൾ ഒഴിവാക്കിയിട്ടല്ല ഇനിയും 2026 കയറുന്നതെങ്കിൽ പഴയ പാറ്റേൺ തന്നെ ഇതിലും തുടരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു എനർജി ഓഡിറ്റ് എടുക്കുക. എനർജി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ലൈഫിൽ നിങ്ങളെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന 3 ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നിങ്ങളെ എനർജിയെ ഡൗൺ ആക്കുന്ന 3 ആളുകളെ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ലൈഫിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ഭാഗവും എന്ത് ചെയ്യുക, നിങ്ങളൊരു ദിവസത്തിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ഭാഗവും ആ നിങ്ങളെ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന 3 ആളുകളായിട്ട് സ്പെൻഡ് ചെയ്യുക. ഇറ്റ്സ് മേ ബി നിങ്ങളെ ഫ്രണ്ട്സ് ആവാം, ഫാമിലിയിൽ ക്ലോസ് ആയിട്ടുള്ള ആളുകളാവാം, ഹസ്ബൻഡ് ആവാം, നിങ്ങളെ പാരൻസ് ആവാം, എനിവൺ. അവരായിട്ട് നിങ്ങൾ കൂടുതൽ ടൈം, മേ ബി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഗൈഡ്സ് ആവാം, അവരായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫിസിക്കലി ചില ആളുകളായിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മെൻ്റലി അവരായിട്ട് ഡിസ്കണക്ട് ചെയ്യാം. ആൻഡ് മേ ബി നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ചില ആളുകളൊക്കെ നിങ്ങളെ മെൻ്റലി എലിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള ടൈം, അവരെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക, അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെ നിങ്ങളെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്.